വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു പിടിയും ചിക്കനും റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ മെയിനായിട്ട് വേണ്ട സാധനം ചിക്കൻ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചിക്കൻ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ആ ഒരു ചിക്കനിലേക്ക് പിടിച്ചോട്ടെ അത്ര സമയം. അപ്പോൾ അത് അങ്ങനെ മാറ്റി വയ്ക്കുവാണ്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് വറക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചിക്കൻ കറിക്കൊക്കെ കടുക് വറക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് പോയി അതിൻ്റെ ചുവയൊന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ പിടി ചിക്കൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടിയും ചിക്കനും. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കാം. നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അതാ എൻ്റെ ക്യാമറാമാനാണ് അത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ എന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴും മിക്ക ദിവസങ്ങളിലും എനിക്ക് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ദേ എൻ്റെ മോനാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ലൈറ്റ് പിടിച്ച് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവനൊന്ന് ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ വളരെ സാവധാനത്തിൽ വഴറ്റിയെടുക്കണം. നമ്മൾ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഫുൾ തീയിൽ വെച്ചിട്ട് നമ്മൾ സവാള വഴറ്റുമ്പോൾ നമുക്ക് ആ കറിക്കൊരു ടേസ്റ്റ് വരില്ല. നമ്മൾ വളരെ സാവധാനം സമയമെടുത്ത് കുക്ക് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്, കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് തക്കാളിയെ ചേർക്കുന്നുള്ളൂ. കാരണം എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലയല്ല ചിക്കൻ മസാല എന്നിവ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പൊടിയുടെയൊക്കെ ഒരു പച്ച മണം പോകുന്നത് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. പൊടി ഇട്ട് കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ സാവധാനത്തിൽ ചൂടാക്കി എടുക്കുമ്പോൾ അതും കറിക്കൊരു ടേസ്റ്റിന് നല്ലതാണ്. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ചേർക്കേണ്ടി വരും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഈ കറണ്ട് ഇല്ലാത്തതിൻ്റെ പ്രശ്നം കാരണം നമ്മൾ ലൈറ്റൊക്കെ വെച്ചിട്ടാണ്
അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ കാണും കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ച് തരിക. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് സെറ്റായി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ കടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ഒരു പിടിയും ചിക്കനും നല്ല ഗ്രേവി ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിക്കാം. ആ ഉപ്പൊക്കെ ഒന്ന് ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സെറ്റായി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി ചിക്കൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടുന്നത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, തേങ്ങ, ഇതാണ് അരപ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ. പിന്നെ നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് ഇതാ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ടുപൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പുട്ടുപൊടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തരിതരി ഉണ്ടല്ലോ, തരിതരി ഉള്ള പൊടിയാണ് നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരപ്പ് സെറ്റാക്കി വന്നിട്ടുണ്ട്. ആ അരപ്പ് നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഈ പൊടിയിൽ നിന്ന് നമുക്ക് അല്പം മാറ്റി വെക്കണം കേട്ടോ. അത് നമുക്ക് വേറൊരു ആവശ്യത്തിനാണ് നമ്മൾ അല്പം പൊടി ഇതിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അല്പം ചൂടുവെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം നമ്മളിത് ചൂടോടെ തിളച്ച പരുവത്തോടെ തന്നെ നമ്മൾ ഈ പിടിയുടെ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പിടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നോക്കി വേണം കേട്ടോ വെള്ളത്തിൽ ചേർക്കാനായിട്ട്. കൂടിപ്പോകരുത്. കുറഞ്ഞു പോയാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും കുറഞ്ഞു പോയാലും നമ്മൾ വിഷമിക്കണ്ട. കൂടിപ്പോയാൽ നമുക്കത് അത്രയും വേസ്റ്റാവും. അതുകൊണ്ട് നോക്കിയൊക്കെ ഉപ്പിടണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ച് ഉരുളകളാക്കണം. അപ്പോൾ ഇതാ ഞാൻ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഞാൻ ഉരുട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ പിടി ഉണ്ടാക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പൊടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ, ആ പൊടി ഞാൻ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഉരുളകളാക്കി വെച്ചിട്ടുള്ള ഉണ്ടകൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ കിടന്ന് വെന്ത് വരുന്ന ടൈം അത്രയും സമയം മതി നമുക്ക് പിടിയും ആയി കിട്ടും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. നമ്മളതിലേക്ക് ബോൾസാക്കി വെച്ചിട്ടുള്ള പിടി നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ പിടിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിടിയും ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.